ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം പിൻട്രസ്റ്റിലും യൂട്യൂബിലൊക്കെ കുറേ റെഫറൻസൊക്കെ നോക്കി അങ്ങനെ ഒന്ന് ഞാൻ സെലക്ട് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചോക്ലേറ്റ് മിനി ഫൺ ബ്രേക്ക് മിനി ഫണ്ണിൻ്റെ ഒരു റെഫറൻസാണ് എടുത്തിട്ടുള്ളത്. കുറേ റെഫറൻസൊക്കെ നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. കുറേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ റെഫറൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലുതാണെങ്കിൽ 2 A4 സൈസ് പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ ഒന്നിനെ രണ്ടാക്കി മടക്കിയിട്ട് ഒരു മിനി ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളതിൽ നമുക്ക് വേണ്ട ചിത്രമൊക്കെ വരച്ച് കൊടുക്കുക. അപ്പം ചിത്രം വരക്കാൻ അറിയുന്നവർക്ക് വരക്കുക, അല്ലാത്തവർക്ക് അതിൻ്റെ പേര് മാത്രം എഴുതി കൊടുക്കുക. പിന്നെ ഞാനിപ്പം ബ്രേക്ക് മിനി ഫൺ എന്നൊക്കെ എഴുതിയിട്ട് മുമ്പിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടുക. ഇനി നമുക്ക് വേണ്ടത് ക്ലിയർ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റാപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു അബദ്ധം എന്താണ് പറ്റിയെന്ന് വെച്ചാൽ നമുക്കിവിടെ റാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് ആവേശത്തിന് എടുത്ത് ചാടി അതൊന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട്. എടുത്തിട്ട് അങ്ങനെ ആക്കിയാൽ പ്രശ്നമൊന്നുമില്ല. നമ്മളിത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 2 സൈഡിലും ഈ കാണുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനത് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ 3 സൈഡും ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക, സൈഡിൽ മാത്രം. അപ്പോൾ ഇതിൻ്റെ ബാഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ 2 റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ആ ബ്രേക്കിൽ റെയറായിട്ട് കിട്ടുന്ന ഒന്നാണ് ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒന്നും. അപ്പോൾ നമുക്ക് 2 in 1 എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ 2 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ വലുതായിട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പശ തേച്ചിട്ട് ഒട്ടിക്കണം. എന്നിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പഞ്ചിടുന്ന സമയത്ത് അത് ഇപ്പുറത്തേ വന്നിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ ഒട്ടിച്ച് കഴിഞ്ഞെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനുള്ളിൽ പഞ്ചിടുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിലൂടെ അത് വരും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സെറ്റ് ചെയ്തിട്ട് രണ്ടും അങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കിട്ടിയ യു ഗോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ റെയർ ആയതുകൊണ്ട് നമ്മൾ ഗ്രീൻ കളറാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം ഏത് കളറാണെന്നുള്ളത് അതിൻ്റെ ബാക്കിലുണ്ടാവും, അത് നോക്കിയിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ഇത് ഫുള്ളും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അപ്പോൾ ഇത് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ക്ലിയർ ടാപ്പ് കൊണ്ട് വീണ്ടും അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ ബ്ലൈൻഡ് ബാഗ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.